ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ വചനം രക്ഷയെക്കുറിച്ചുള്ളതാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവരോട് രക്ഷയുടെ വചനം പറയണമോ എന്ന ചോദ്യം രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടു എന്ന വാക്കുകൊണ്ട് മാത്രമല്ല, പൂർണ്ണമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതേ ഉള്ളൂ എന്നതാണ് സത്യം. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേഹവും ദേഹിയും ഇറ്റ് ഈസ് ബീയിങ് സേവ്ഡ് എന്നാണ്. നമ്മുടെ പൂർണ്ണമായ രക്ഷ വെളിപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ വാഗ്ദത്ത മശിഹ മടങ്ങി വരുമ്പോൾ മാത്രമാണ്. പാപത്തോട് ആകർഷണമുള്ള മരണത്തിന് യോഗ്യമായ ഈ ശരീരം വിട്ട് നമ്മൾ രൂപാന്തരം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം യഥാർത്ഥത്തിൽ അന്നേ സംഭവിക്കൂ. അതുകൊണ്ട് തിരുവെഴുത്ത് നമ്മുടെ രക്ഷയെക്കുറിച്ച് പറയുന്ന സത്യങ്ങൾ കൂടെ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. രക്ഷയുടെ വചനങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എന്തുകൊണ്ടോ പ്രകാശിച്ചത് ഈ വചനമാണ്. ഒരുപക്ഷെ ഞാൻ അറിഞ്ഞില്ല ഇന്ന് ബ്രദർ സതീഷ് കുമാർ നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകുമെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ വചനം ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും പ്രത്യേകമായി നിങ്ങളോടുള്ളൊരു വചനമായിരിക്കാം. നിങ്ങളോട് ഇന്ന് നിങ്ങളുടെ നാഥനും കർത്താവുമായ ദൈവത്തിന് സംസാരിക്കാനുള്ള വചനമാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ളതാണ്. ഇതെനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ ഏറ്റുപറയട്ടെ. രക്ഷ എന്ന വാക്ക് നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു വാക്കാണ്. പക്ഷെ എന്താണ് രക്ഷ എന്നതുകൊണ്ട് ബൈബിൾ വിവക്ഷിക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതുണ്ട്. രക്ഷയെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു, അതിനെക്കുറിച്ച് വളരെ കോംപ്രഹെൻസീവായ, വളരെ അഗാധമായ, ആഴമുള്ള ഒരു കാഴ്ചയാണ് രക്ഷയെക്കുറിച്ച് ബൈബിളിന് പറയാനുള്ളത്. തമാശയ്ക്കാണെങ്കിലും നമ്മൾ ചിലരെയൊക്കെ നോക്കി പറയാറുണ്ട്. രക്ഷ എന്നുള്ള വാക്ക് സാധാരണമായ നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. നോക്കി പറയാറില്ലേ? ഒരാൾ നല്ല ഒരു ജോലി കിട്ടിയാൽ നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? ഓ, അവൻ രക്ഷപ്പെട്ടു. ശരിയാണോ? ഒരാൾക്ക് അമേരിക്കയിലേക്ക് പോകാനൊരു വിസ കിട്ടിയാൽ നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? അവൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ തുടങ്ങി ലോട്ടറി അടിക്കുന്നത് മുതൽ എന്ത് സാഹചര്യം, പ്രയാസകരമായ ഒരു അപകടത്തിൽ നിന്ന് മുടിനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ആളിനെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയും? അവൻ രക്ഷപ്പെട്ടു. ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രക്ഷ എന്നുള്ള വാക്ക് എന്ന് നമ്മൾ മറക്കരുത്. അപ്പൊ ബൈബിളിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മളുടെ മെമ്മറിയെ, നമ്മുടെ ഓർമ്മകളെ ഒന്ന് പുതുക്കേണ്ടതായിട്ടുണ്ട്. ബൈബിൾ രക്ഷയെക്കുറിച്ച് വിവക്ഷിക്കുന്നത് എല്ലാ തരങ്ങളിലുള്ള രക്ഷയും ബൈബിളിലെ രക്ഷ എന്ന വാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് രക്ഷ തന്നെയാണ്. പക്ഷെ അതൊരു താൽക്കാലിക രക്ഷയാണ്. മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് താൽക്കാലിക രക്ഷയാണ്. ഒരു നല്ല ജോലി കിട്ടുന്നത് ഒരു താൽക്കാലിക രക്ഷയാണ്. ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നത്, ഒരു മഹാരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നത്, ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും രക്ഷ എന്ന വാക്ക് വളരെ അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഈ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. പക്ഷെ ബൈബിൾ ഉപയോഗിക്കുന്ന രക്ഷ എന്നുള്ള വാക്ക് എന്താണെന്നുള്ളതിന് ഏറ്റവും അഭികാമ്യമായി വായിക്കാൻ കൊള്ളാകുന്ന ഒരു വാക്യം, ഇന്ന് നമ്മൾ പാടിയ പാട്ടുകളിലെല്ലാം ആ തന്തു ഉണ്ടായിരുന്നു, ആ ഉള്ളടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ബൈബിളിൽ ആദ്യത്തെ പ്രഭാഷണത്തിൽ, സുവിശേഷ പ്രസംഗത്തിൽ ഉപയോഗിച്ചൊരു വാക്ക്,
ആദ്യമായിട്ട് ഞാൻ വായിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ചില ആത്മീയ സത്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാനും ഇന്ന് ജീവിക്കുന്ന എനിക്ക് ഈ സത്യം എങ്ങനെ പ്രയോജനമാകുന്നു എന്നതായിരിക്കണം നിങ്ങൾ നോക്കേണ്ടത്. രക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളൊരു വചനമായിട്ടല്ല ഈ വചനം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇനി പൂർണ്ണമായി രക്ഷിക്കപ്പെടാൻ വേണ്ടി പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം വളരെ 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 നിർണായകമാണ് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ശ്രദ്ധയോടെ ആയിരിക്കാം. നമുക്ക് ചില വചനങ്ങളെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ ഞായറാഴ്ചകളിൽ ഇതിനു മുമ്പ് പ്രസംഗിച്ച കാര്യം നിങ്ങളോട് ചോദിച്ചാൽ ഇപ്പം പ്രസംഗിച്ച ഞാനും മറന്നുപോകും, കേൾക്കുന്ന നിങ്ങളും മറന്നുപോകും. പക്ഷെ നമ്മുടെ ചിന്തയെ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ വചനം സംസാരിക്കുമ്പോൾ അതിലെ ചില വിത്തുകൾ നമ്മുടെ ആത്മാവിൽ ഒരു ജീവനായി, നമ്മുടെ ജീവൻ്റെ ഒരു വളർച്ചയ്ക്കായി സഹായിക്കും. രക്ഷയ്ക്കായി വളരുന്ന ആ വിത്ത് അതാണ്, ആ വചനം അതാണ്, ആ പോഷണം അതാണ്. ചിലപ്പോൾ ഇതൊരു പോഷണമായി, നിങ്ങളുടെ ആത്മാവിൽ ഒരു വചനമായി, ഒരു പോഷണമായിരിക്കും. നമ്മൾ എത്രയോ ആഹാരങ്ങൾ കഴിച്ച ആഹാരങ്ങൾ, നല്ല ആഹാരങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി ഒരു പോഷണമായി വന്നതുപോലെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഓരോ തവണകൾ ആര് പ്രസംഗിച്ചാലും ഇന്ന് ഈ വചനമടക്കം നിങ്ങളുടെ ആത്മാവിന് വളർച്ചയ്ക്കൊരു പോഷണമായി ഭവിക്കും എന്നതിന് സംശയമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ കഴിച്ച ആഹാരം പോലെ. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 4:12 ആദ്യത്തെ പ്രസംഗിച്ച പത്രോസല്ലേ ആ വാക്ക് പറയുന്നത്. ആ വാക്ക് പ്രസംഗിക്കുക 4:12 എന്താണ്? വളരെ പ്രശസ്തമായ ആ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. എല്ലാവരും ബൈബിൾ ഉള്ളവർ തുറന്നു പിടിക്കാം, അല്ലാത്തവർ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കാം. എന്താണ് വാക്യം? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. എത്ര ധീരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ധീരമെന്ന് പറയുമ്പോൾ ഇത് വളരെ സങ്കുചിതമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്, അല്ലേ? ധീരമാണ്, ബട്ട് യെറ്റ് ഇറ്റ് ഈസ് സോ നാരോ മൈൻഡഡ് എന്ന് ആർക്കും തോന്നാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൂ ക്യാൻ സേ നമ്മളിപ്പോൾ പറയുന്നത് എല്ലാ വഴികളും രക്ഷയിലേക്ക് നടത്തുമെന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ സങ്കുചിതമായൊരു കാര്യമല്ലേ ഇവിടെ പറയുന്നതെന്ന് തോന്നാം. ആദ്യം സുവിശേഷം പ്രസംഗിച്ച പത്രോസ് പറഞ്ഞത് മറ്റാരിലും രക്ഷ വേറെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെന്നാണോ? അല്ല. ഇംഗ്ലീഷിൽ ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ച്. neither is there salvation in any other. മറ്റാരിലും രക്ഷയില്ല. for there is none other name under heaven given among men whereby we must be saved. ഒരു ഭക്തന്റെ ദർശനം ഈ വാക്യത്തിൽ ചില ശക്തമായ പ്രമേയങ്ങളുണ്ടെന്നാണ്. നമ്മളെല്ലാവരും രക്ഷ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ സൂചന അതാണ്. നമ്മളെല്ലാം ദൈവവചനപ്രകാരം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോലും തിരിച്ചറിയുന്നില്ല പലപ്പോഴും. ബൈബിൾ പറയുന്നത് മനുഷ്യവർഗം മുഴുവനും നഷ്ടപ്പെട്ടവരാണ്. വി ആർ ലോസ്റ്റ്. നഷ്ടപ്പെട്ട ആടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നഷ്ടപ്പെട്ട ഒരാട് നമ്മൾ ഓരോരുത്തരുമാണ്. We all are lost sheep. ഇല്ലെങ്കിൽ ആടുകളെ പോലെ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. എപ്പോഴും നഷ്ടപ്പെടാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളവരാണ് നമ്മൾ. കാരണം ആട് എപ്പോഴും തെറ്റും. ഗൈഡ് ഇല്ലെങ്കിൽ, ഇടയനില്ലെങ്കിൽ ആടിന് എപ്പോഴും തെറ്റ് പറ്റുമെന്നുള്ളതാണ്. സോ നമ്മൾ നഷ്ടപ്പെട്ടവരാണ്, നമ്മൾ ഉടഞ്ഞവരാണ്, തകർന്ന പാത്രം പോലെയാണ്. നമ്മൾ തകർന്നവരാണ്, പാപത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. തിന്മകളും അധർമ്മങ്ങളും നമ്മുടെ മനസ്സിലും ചിന്തകളിലും കൂടുതൽ എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ അധർമ്മമാണ്, തിന്മയാണ്, അശുദ്ധിയാണ്.
കൂടുതൽ വരുന്ന അതാണ്. അപ്പൊ ഈ ലോകം മുഴുവനും എല്ലായിടത്തും നിങ്ങളൊരു കണക്കെടുത്താൽ ഓരോ വർഷവും ക്രൈം റേറ്റുകൾ വർദ്ധിക്കുക. ഓരോ പുതിയ തരങ്ങളിലുള്ള ക്രൈം റേറ്റ്. ത്രില്ല് കൂടാൻ വേണ്ടി ലൈവായിട്ട് മർഡർ പ്ലാൻ ചെയ്ത് കില്ല് ചെയ്യുന്ന ആളുകളുണ്ട്. എത്ര ഭീകരമാണെന്ന് ചിന്തിക്കാമോ? അവന്റെ ഇമോഷൻ, ആ ഇരയുടെ ഇമോഷനെ ചിത്രീകരിക്കാൻ വേണ്ടി മർഡർ പ്ലാൻ ചെയ്ത് ക്യാമറകൾ സെറ്റ് ചെയ്ത്, തമാശക്കല്ല, ശരിയായ വിധത്തിൽ കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് അത് വിറ്റ് ധനമുണ്ടാക്കി തൻ്റെ കുടുംബത്തിന് സ്വസ്ഥതയോടെ ജീവിക്കാമെന്ന് കരുതുന്ന മനുഷ്യർ. അധർമ്മമല്ലേ, തിന്മയല്ലേ? ഇതിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് പാപം. നിത്യമായി വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ബൈബിൾ പറയുന്നത് നമ്മൾ ഈ തൂക്ക് കയറിലേക്ക് വിധിക്കപ്പെട്ട, ഡേറ്റ് ഫിക്സ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്. കോടതി നമ്മുടെ നാട്ടിൽ ഈ അടുത്ത സമയത്ത് ചിലരെയൊക്കെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. അവർ വിധി കാത്തു കിടക്കുകയാണ്. അവസാനമായിട്ട് അങ്ങനെ വിധി കാത്തു കിടക്കുന്ന വ്യക്തിക്ക് ഒരേ ഒരു രക്ഷ ഏതാണ്? ഇന്ത്യൻ നിയമം അനുസരിച്ച് പ്രസിഡന്റിനോട് ദയാഹർജിയാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിത്യമായി വിധി കാത്തു കിടക്കുന്നതാണ് മനുഷ്യവർഗം മുഴുവനും എന്നാണ് ബൈബിൾ പറയുന്നത്. എന്ത് വിധി? ദൈവക്രോധത്തിന്റെ വിധി, ന്യായവിധിയുടെ വിധി. ന്യായമായി നശിക്കാൻ വേണ്ടിയിട്ടുള്ള വിധി തന്നെയാണ്. നമുക്ക് രക്ഷയില്ല എന്ന വിധിയാണ് നമ്മുടെ മുകളിലുള്ളത്. ദൈവത്തിൻ്റെ കോപം മാത്രമേ നമ്മുടെ മുകളിലുള്ളൂ. ഒരു നന്മയും നമുക്ക് ചെയ്യാൻ ദൈവം ബാധ്യസ്ഥനല്ലത്രേ. പക്ഷേ ദയാ തൽപരനായ ദൈവം എന്നാ ബൈബിൾ പറയുന്നത്. ദയാ തൽപരൻ എന്ന് വെച്ചാൽ ദയ കാണിക്കാൻ മനസ്സുള്ളവൻ, താല്പര്യമുള്ളവൻ എന്നാണ്. ആ ദൈവത്തിൻ്റെ കരുണയാല് ഇതിനെ എല്ലാം നഷ്ടപ്പെട്ട, ബ്രോക്കണായ, പാപത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട, തിന്മകളിൽ ജീവിക്കുന്ന മനുഷ്യനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ, ആ ഉദ്ധാരണത്തെയാണ് രക്ഷ എന്നുകൊണ്ട് പ്രാഥമികമായിട്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അല്ലാതെ നമ്മുടെ കടം മാറുന്നതും ജോലി സ്ഥാനക്കയറ്റം കിട്ടുന്നതും. അടുത്ത സമയത്താണ് വാട്സാപ്പിൽ ഒരു ന്യൂസ് പ്രചരിച്ചു, ഇങ്ങനെ വിടുതലുണ്ടെന്ന് പറയുന്നിടത്ത് കൂടുതൽ ആളുകൾ എന്നുള്ളൊരു ഗ്രാഫ് ഞാൻ വായിച്ചു. യൂട്യൂബിലാണെങ്കിൽ പോലും വ്യൂവേഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? നിങ്ങളുടെ കടഭാരം മാറുമെന്ന് പറഞ്ഞ് ആലയത്തിൽ കൂടി അങ്ങനെ ആളുകളുടെ ഇമോഷനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന കാര്യം കേൾക്കാൻ, ബ്ലാക്ക്മെയിൽ അല്ല, സൂത്ത് ചെയ്യാൻ, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആവേശം പറഞ്ഞു കൊടുക്കുന്നവരുടെ സന്ദേശം കേൾക്കാൻ കൂടുതൽ ആളുകളുണ്ടെന്ന്. അവസാനം ഇങ്ങനെ രക്ഷയുടെ വചനം, നിത്യമായ വചനമൊക്കെ കേൾക്കാൻ ആളുകളുടെ വ്യൂവേഴ്സ് വളരെ കുറവാണെന്ന്. നമ്മൾ അങ്ങനെ ആവരുത്. നമ്മുടെ കൂട്ടായ്മ അങ്ങനെ ആവരുത്. ദൈവം, അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കടഭാരങ്ങൾ നീക്കിത്തരത്തില്ലെന്നല്ല. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നത്. നമ്മുടെ സങ്കടം കാണുന്ന ദൈവമാണ്. എന്നാൽ നമ്മുടെ സങ്കടത്തിലൂടെയും നമുക്ക് നന്മ ചെയ്യുന്നവനാണ്. എന്ത് നന്മ? ശാശ്വതമായ നന്മ. ശാശ്വതമായ നന്മ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഒരു മാറ്റവുമില്ല. നമ്മുടെ ആത്മാവിനെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ സമ്പൂർണ്ണ പേഴ്സണാലിറ്റിയെ റെഡീം ചെയ്യുക തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4:12 പ്രകാരം ഒന്നാമത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. മലയാളത്തിൽ അത് വ്യക്തമല്ല. വേർ ബൈ, ലാസ്റ്റ് ഭാഗം ഒന്ന് വായിച്ച് അടുത്ത വാക്യം ഒന്ന് എടുത്തേ. Neither is there, we must be saved. We must be saved എന്നാ. എന്നാൽ നമ്മെ രക്ഷിക്കപ്പെടാൻ വേണ്ടി we may be saved എന്ന് എഴുതിയാൽ അർത്ഥം മാറി. ഇവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? we must be saved എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ?
രക്ഷ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആബ്സല്യൂട്ട് നെസസിറ്റി. നമുക്ക് ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്, ഒരു കാരണവശാലും മാറ്റി പറ്റാത്ത കാര്യമുണ്ട്. ശരിയാണോ? ആബ്സല്യൂട്ട് നെസസിറ്റിയാണ് സാൽവേഷൻ എന്നുള്ളത്. അതിൻ്റെ അർത്ഥവും ആഴവും നമ്മൾ ഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കണം ജീവിതത്തിൽ. ബട്ട് സാൽവേഷൻ ഈസ് സംതിങ്, അത് പോസ്റ്റ്പോൺ ചെയ്യാനോ അത് യാതൊരു വിധത്തിലും വില കുറഞ്ഞ് കാണാനോ ഒരിക്കലും തുനിയരുത്. അതാണ് 4:12 ഒന്നാമത് പറയുന്നത്. ഇതല്ല പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നതെങ്കിലും ഇത് ഒരു മുഖവര സെറ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഈ കാര്യം ആദ്യം പറയുകയാണ്. സോ സാൽവേഷൻ ആബ്സല്യൂട്ടായിട്ട് നെസസറിയാണ്. വി മസ്റ്റ് ബി സേവ്ഡ്. രക്ഷപ്പെട്ടേ മതിയാകൂ. രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം രക്ഷയാണ്. ഏത് രക്ഷ? ബൈബിൾ പറയുന്ന രക്ഷ. അതിൻ്റെ അർത്ഥവും ആഴവും നമ്മൾ ഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസ് മാത്രമാണ് ഞാൻ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞത്. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സോ രക്ഷ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമാണെന്ന് നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടാണ് നിർണായകമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിർണായകമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തെന്നറിയാമോ? നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. നമുക്ക് ജോലി കിട്ടി, സ്ഥാനക്കയറ്റം കിട്ടി, കാറ് കിട്ടി, വീട് കിട്ടി, മക്കളെ കിട്ടി, കുടുംബം കിട്ടി, യാത്ര ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി. ഇതൊന്നും അല്ല രക്ഷ. നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. അത് ചുമ്മാ പറയുന്ന ഒരു ഭംഗിവാക്കാണെന്നേ. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ. നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. നമ്മുടെ തോന്നലാണ് അവിടെ പോയ രക്ഷ കിട്ടുമെന്ന്. നമ്മുടെ തോന്നലാണ് കുറെ പണം ബാഗിലുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുവെന്ന്. നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ തോന്നലാണ്. നമ്മുടെ താൽക്കാലികമായ സെക്യൂരിറ്റി ഫീലിങ്സ് മാത്രമാണത്. ആരോഗ്യമുള്ളവർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു ലോക ചാമ്പ്യൻ്റെ ഒരു പിക്ചർ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന് ഞാൻ ഓർക്കുന്നു. വളരെ ആരോഗ്യമുള്ള അദ്ദേഹത്തിൻ്റെ മസിലുകൾ കണ്ടാൽ നമ്മളൊക്കെ ബോധം കെട്ട് വീഴും. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അടി നടത്താൻ വേണ്ടി 2 പേര് അപ്പുറം ഇപ്പുറം പിടിക്കേണ്ട ഗതികേടാണ്. ആ ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മസിൽ അത്രയ്ക്കും ആരോഗ്യം വലിയൊരു ദാനമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും കൈപൊക്കാനും ഒക്കെ ആരോഗ്യമുള്ളതിന്. ഐ എം ഫോർ എക്സസൈസ് ഓൾസോ. നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. പക്ഷെ നമുക്ക് ഇന്നൊരല്പം ആരോഗ്യം ഉണ്ട് എന്നുള്ളത് രക്ഷയല്ല എന്ന തിരിച്ചറിവും വേണം. ഇത് പോകാൻ ചെറിയ ഒരു മുടിനാരിഴയുടെ വലിപ്പമുള്ള ഒരു ഞരമ്പ്, ഒരു വെയിന് ഒന്ന് റപ്ചർ ചെയ്താൽ മതി, ഒന്ന് ചുളുങ്ങിയാൽ മതി. വി കനോട്ട് ബെയർ ദ പെയിൻ. നമുക്ക് തോന്നുന്ന തോന്നലുകൾ ഒന്നും രക്ഷയല്ല പ്രിയരെ. നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരു നാമമുണ്ടെന്ന് വചനം പറയുന്നത്. രണ്ടാമത്തെ ആധാരം എന്തുകൊണ്ടാ ഇത് അബ്സല്യൂട്ട് നെസസിറ്റി ആയിരിക്കുന്നു ചോദിച്ചാൽ, രണ്ടാമത്തെ കാരണം എന്താ ചോദിച്ചാൽ, നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. യു കനോട്ട് സേവ് യുവർ സെൽഫ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ധനത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുമെന്നാ. നമ്മൾ ചിന്തിക്കുന്ന ആരോഗ്യത്തിന് രക്ഷിക്കാൻ കഴിയുമെന്നാ. നമ്മൾ ചിന്തിക്കുന്നത് സെക്യൂറായി, നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിലും ഇതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം ക്രമമായി ഓർഡർ ചെയ്യുന്ന ഒരാൾ രക്ഷപ്പെട്ടു എന്നാണ്. റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തു, കോടികളുടെ ഇൻഷുറൻസ് എടുത്തു. ഇതൊക്കെ തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കുള്ള അവസ്ഥ പോലെ അതൊക്കെ ചെയ്തോളൂ. പക്ഷെ ഇതൊന്നും രക്ഷയാണെന്ന് ചിന്തിക്കരുത്. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യു cannot save yourself. അതുകൊണ്ട്
രക്ഷ ദൈവം നൽകുന്ന ദാനമാകിയാൽ ആ ദാനം നിങ്ങൾ സ്വീകരിച്ചേ മതിയാകൂ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ മതിയാകൂ എന്നതാണ് ബൈബിൾ സന്ദേശം. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് നമ്മളെ രക്ഷിക്കാനുള്ള പ്രാപ്തിയുമില്ല. പുതിയ മെഡിക്കൽ സംവിധാനങ്ങൾ വന്ന് ലൈഫ് സ്പാന് ചിലപ്പോൾ കുറച്ചുകൂടെ നീട്ടാൻ കഴിഞ്ഞേക്കാം, പക്ഷേ മരണത്തിന് ചികിത്സയുണ്ടോ? ലോകത്തിലെ മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആശുപത്രികളിൽ നിന്ന് പോകാനുള്ള പണം ഉണ്ടെങ്കിൽ പോകാം. ആയുസിന് ഒരല്പം ദൈർഘ്യം, അതും ദൈവം നിർണ്ണയിക്കുന്നത്, ദൈർഘ്യം കൂട്ടാം. പക്ഷെ അത് രക്ഷയാണോ? അല്ല, അല്ല, അല്ല എന്ന് ഏറ്റു പറയാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ആകാശത്തിൻ്റെ കീഴിൽ രക്ഷപ്പെടാൻ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ നിർമ്മിച്ചുണ്ടാക്കുന്ന സംവിധാനങ്ങൾക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയുകയില്ല. രാജ്യങ്ങളൊക്കെ ഈ പടക്കോപ്പുകൾ ശേഖരിച്ച് കൂടുതൽ കൂടുതൽ ആണവായുധങ്ങളോ മറ്റുമൊക്കെ ശേഖരിച്ചാൽ രക്ഷയാണെന്ന് ചിന്തിക്കുന്നു. അല്ല, നിങ്ങളുടെ അശ്വബലത്തില് ഒന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്നാണ് വചനം പറയുന്നത്. ഏറ്റവും പ്രബലമായ ഭരണകൂടങ്ങൾക്ക് പോലും സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റത്തില്ലല്ലോ ഇന്ന്. എത്ര മോഡേൺ സംവിധാനങ്ങളുണ്ട്. ചില അഡ്വാൻസ്ഡ് കൺട്രീസിൽ പോലും നടക്കുന്ന പ്രയാസങ്ങൾ അതിന് തെളിവല്ലേ. രക്ഷപ്പെട്ടു എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല പ്രിയരെ. യു കനോട്ട് സേവ് യുവർ സെൽഫ്. ഇതിൻ്റെ അബ്സല്യൂട്ട്ലി നമ്മൾ രക്ഷപ്പെടണമെന്നുള്ളതിൻ്റെ മൂന്നാമത്തെ കാരണം ഈ വാക്യത്തിൽ ഇംപ്ലിസിറ്റ് ആണ്. അതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ദൈവം നമുക്കൊരു രക്ഷാമാർഗം ഒരുക്കി എന്നുള്ളതാണ്, നൽകി എന്നുള്ളതാണ്. ആകാശത്തിൻ്റെ കീഴിൽ നമുക്കൊരു രക്ഷാമാർഗത്തെ ഒരുക്കിയിരിക്കുന്നു. ഇത് ആർക്കൊരുക്കിയെന്ന? ഇത് അമേരിക്കക്കാർക്ക് ഒരുക്കിയെന്നോ ആഫ്രിക്കക്കാർക്ക് ഒരുക്കിയെന്നോ ഇസ്രായേലിന് മാത്രം ഒരുക്കിയെന്നാണോ ബൈബിൾ പറയുന്നത്? സകല മനുഷ്യർക്കും ദൈവം ഒരു രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു, രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്ന് കൃത്യമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ വാക്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, ഇത് പൂർണ്ണമായി പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിൽ പറയുന്നത്, ഇത് ആകാശത്തിൻ്റെ കീഴേ എന്നൊരു വാക്ക് ശ്രദ്ധിച്ച്. മറ്റൊരുത്തിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ എവിടെ ആണ് രക്ഷപ്പെടേണ്ടത്? ഇവിടെ, ആകാശത്തിന്റെ കീഴിൽ, സ്വർഗത്തിലല്ല. വി ആർ ഹിയർ, ഈ കാലത്ത്, ഇവിടെ, നൗ. അതുകൊണ്ടാ ഈ ആദ്യകാലത്ത് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ സുവിശേഷം പ്രസംഗിക്കാൻ പറയുന്നത്, ഇതാകുന്നു, ഇന്നാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദ കാലം. ആകാശത്തിന്റെ കീഴിൽ ഇപ്പോൾ രക്ഷിക്കപ്പെടാൻ അനിവാര്യമായ കാലം പിന്നീടല്ല, ഇപ്പോൾ. വേറെ എവിടെയുമല്ല, മരിച്ചു കഴിഞ്ഞല്ല, ഇവിടെ, ഇപ്പോൾ ആകാശത്തിന്റെ കീഴിൽ. അത് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സൂചന എന്താണ്? ഇവിടെ ഇപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളത് സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ രക്ഷയുടെ പ്രാധാന്യത്തിൽ നിലനിൽക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഭയഭക്തിയോടെ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ദൈവവചനം നമുക്ക് സൂചന നൽകുന്നത്. അടുത്ത സത്യം ഈ വാക്യം പറയുന്നത് ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് നമുക്കറിയാവുന്ന കാര്യമായതിനാലും ഒരടുക്കും ചിട്ടയോടെ ഞാൻ ഈ വാക്യത്തിൽ നിന്ന് നമ്മളോട് വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇത്രയൊക്കെ സത്യങ്ങൾ ഈ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ ഇന്ന് ശ്രമിച്ചു. അത് തന്നെ ഞാൻ നിങ്ങളോടും ദൈവ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ശ്രമിക്കുകയാണ്. രക്ഷ എന്നുള്ളത് മറ്റാരിലും ഇല്ല എന്നത് ആ വാക്യത്തിൽ പറയുന്നില്ലേ? അതാണ് മറ്റൊരുത്തനിലും രക്ഷയില്ല എന്നവിടെ പറയുന്നത്. Salvation is through Christ alone. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്,
ഇതൊരു സങ്കുചിതമായ കാര്യമാണെന്ന് ചിന്തിക്കും. എന്നാൽ അത് വേറൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അവർ വ്യാജം പറയില്ലായിരുന്നു. അവരുടെ ജീവൻ പണയം വെച്ച് പറഞ്ഞ കാര്യമായത്. റോമൻ ഭരണകൂടം മാത്രമാണ് കർത്താവെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറഞ്ഞത്. ചക്രവർത്തി രക്ഷിക്കുമെന്നാണ് അന്ന് പറയേണ്ടത്. നമ്മുടെ നാട് ഒരു നിർണായകമായ ഒരു സമയത്താണെന്നായിരിക്കുന്നത്. ചക്രവർത്തിമാർക്ക് രക്ഷിക്കാൻ കഴിയില്ല, അവർ ഭരിക്കട്ടെ. രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ ഒരു നാമമേ ഉള്ളൂ എന്ന് അസന്നിഗ്ധമായി ബൈബിൾ പ്രസ്താവിക്കുന്ന ഈ സത്യം, അത് അനുകൂല കാലത്തും പ്രതികൂല കാലത്തും ഒരുപോലെ പറയാനുള്ള ധൈര്യം എനിക്ക് തരണം, നിശ്ചയം എനിക്ക് തരണം എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. എല്ലാ നാവും പാടി വാഴ്ത്തുമെന്ന് നമ്മൾ പാടി. അനുകൂല കാലത്ത് പ്രതികൂല കാലത്ത് യേശുവിനെ രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കരുതെന്ന് പറയുന്ന ഒരു കാലത്ത് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമോ പ്രിയരെ? നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുമോ? നിങ്ങൾ പാടി വാഴ്ത്തുമോ? രക്ഷ മറ്റൊരുത്തനിലുമില്ല. മറ്റാരെങ്കിലും നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളമാണെന്ന് ഞാൻ പറയട്ടെ. സ്പഷ്ടമായ കള്ളം. പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവരൊക്കെ ആരാന്നാ പറഞ്ഞ? കള്ളന്മാരും കവർച്ചക്കാരും. അവർ നിങ്ങൾക്കുള്ളതിനെ അപഹരിക്കാൻ വന്നതാണ്. അവർ നിങ്ങളോട് നുണ പറഞ്ഞതാണ്. അത് കർത്താവിന് ശേഷമുള്ളവരാണെങ്കിലും കർത്താവിന് മുമ്പുള്ളവരാലും അത് തന്നെ. ഏതെങ്കിലും ഒരു സംവിധാനമാണെങ്കിൽ പോലും അത് തന്നെ. ഇന്നത്തെ മെഡിക്കൽ സംവിധാനം, താങ്ക് ഗോഡ്, പക്ഷെ അത് നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ കരുതരുത്. അതൊരു താൽക്കാലികമായ പിന്താങ്ങൽ മാത്രമാണ് പ്രിയരെ. വീണ്ടും ഞാൻ എന്നെ തന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ടെമ്പററി സപ്പോർട്ട് അലോൺ, നോട്ട് സാൽവേഷൻ. രക്ഷ കർത്താവിൽ മാത്രമാണുള്ളത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വാക്യം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യം ശ്രദ്ധിക്കൂ പ്രിയരെ. ഇത് എല്ലാ മനുഷ്യർക്കും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് സൂചിപ്പിച്ചതാണ്. ഇത് സകല മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ഓഫേർഡ്. മനുഷ്യരുടെ ഇടയിൽ എന്താണ്? അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞുങ്ങളെന്നോ പ്രായമുള്ളവരെന്നോ ഒന്നും വ്യത്യാസമില്ല. ഒരു ജെൻഡർ, ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ്, ഡു ദേ ഹാവ് സാൽവേഷൻ? ഓൾ എന്ന പദം. അവർ മനുഷ്യരാണോ? അവർക്കും രക്ഷയുണ്ട്. ഭിക്ഷക്കാര്, ഏറ്റവും സമൂഹത്തിൽ താഴെക്കിടയിൽ കിടക്കുന്ന ആളുകള്, അവർക്കും രക്ഷയുണ്ട്. സകല മനുഷ്യർക്കും, മനുഷ്യരുടെ ഇടയിൽ സകലരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം ഈ പ്ലാൻ ഒരുക്കിയത്. പക്ഷെ ദൈവം ഭൂമിയിലേക്ക് വന്ന വഴി എന്തായിരുന്നു എന്ന വചനം പറയുന്നത്? അവൻ സ്വന്തത്തിലേക്ക് വന്നു. അതിനുള്ള വഴി ഇസ്രായേലായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഏറ്റവും വലിയ പ്രാധാന്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ മക്കളോട്, എത്ര വലിയ പ്ലെയിൻ ആണെങ്കിലും താഴെ ഇറങ്ങണമെങ്കിൽ ഒരു എയർപോർട്ട് വേണം. ശരിയാണോ? അല്ലെങ്കിൽ ആകാശത്ത് പറന്ന് നിൽക്കാനേ പറ്റൂ. പാടത്തൊക്കെ പിന്നെ ഇടിച്ചിറക്കേണ്ടി വരും. പിന്നെ അതിനെ ഉപയോഗിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഭൂമിയിലേക്ക് അത്യുന്നതനായ ദൈവത്തിന് ഇറങ്ങാൻ വേണ്ടി ദൈവം പണിത എയർപോർട്ട് അവിടെയായിരുന്നു. അതായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ട് അവർക്ക് പ്രാധാന്യമുള്ളത് ചരിത്രത്തിൽ ഇന്നും എല്ലാ കാലത്തും. ഈ ലോകം ഉണ്ടാകുന്നത്ര കാലം അതിനൊരു പ്രാധാന്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഒരു മാറ്റവുമില്ല. ഭൂമിയിലേക്ക് ദൈവപുത്രനെ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ച എയർപോർട്ട് ദൈവം പണിത് അവിടാണ്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് സകല മനുഷ്യർക്ക്, എന്നാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാഥമികമായി അവരെ രക്ഷിക്കാൻ വന്നുവെങ്കിലും അവർക്ക് വേണ്ടി മാത്രമല്ല വന്നത്, സകല മനുഷ്യർക്കും. കഴിഞ്ഞ ദിവസം എന്നോട് എൻ്റെ മൂത്ത മകൾ ചോദിച്ചൊരു ചോദ്യം, ഗാസയിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച് ഉള്ള അവളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രോദനങ്ങൾ, സോഷ്യൽ മീഡിയയിലെ പ്രൊപ്പഗാൻഡയെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയം, ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഹൃദയം എങ്ങനെയായിരിക്കണം?
ഗാസയിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളെ ഓർത്ത് നമ്മൾ ഒരിക്കലെങ്കിലും സന്തോഷിക്കുമോ? ഇല്ല. ഇപ്പോൾ കാണിക്കുന്ന നീതിയാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. ഇസ്രായേലിനെ പോലെ ഗാസയിലുള്ളവരും രക്ഷ പ്രാപിക്കണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം പറയുന്നത്, ദുഷ്ടൻ പോലും തൻ്റെ ദുഷ്ടതയിൽ മരിക്കുന്നത് ദൈവത്തിന് പ്രസാദമോ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താ? അല്ല. ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവമെന്ന ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് ഗാസയിലുള്ളവരെ രക്ഷിക്കണമേ എന്ന് തന്നെയാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ പ്രാർത്ഥന. അതുതന്നെയാണ്. പക്ഷേ അധർമ്മം പെരുകുന്ന ഈ ലോകത്ത് എന്ത് വഴിയാണുള്ളത് രക്ഷ പ്രാപിക്കാൻ? എന്ത് സമാധാനത്തിന്റെ വഴിയാ? അത് മുഷ്ടി കൊണ്ട് സമാധാനവും രക്ഷയും ഉറപ്പാക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റ്. അതിന് കഴിയുകയില്ല. മനുഷ്യന്റെ ഹൃദയം അത്രയ്ക്കും കഠിനമാണ്, ക്രൂരമാണ്. തിന്മ അവനെ വാഴുകയാണ്. തിന്മ അവനെ വാഴുകയാണ്. ഇത് പൂർണ്ണമായി സൗജന്യമാണ് എന്ന സത്യവും ആ ഭാഗത്ത് നിന്ന് വ്യക്തമാണ്. അപ്പോസ്തലപ്രവൃത്തി 4:12 ഇത്രയും അധികം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, മറ്റൊരുത്തിലും രക്ഷയില്ല. രക്ഷയെക്കുറിച്ചുള്ള ആ വചനം നമ്മളുടെ ഹൃദയത്തിൽ ഒരു പരിജ്ഞാനമായി വളർന്നു വരേണ്ട ഒരു സത്യമാണെന്ന് ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. തിരുവെഴുത്ത് വേഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, നമ്മളെ എന്തിൽ നിന്നെല്ലാമാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ വചനം തരുന്ന സൂചനകൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 1:21 നമ്മൾ കൂടെ വായിക്കുന്നതാണെങ്കിൽ കാണാതെ നമുക്കറിയാം നമ്മളെ എന്തിൽ നിന്നെല്ലാമാണ് യേശു രക്ഷിക്കുന്നത് എന്ന കാര്യം. ഒന്നാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന്. ശ്രദ്ധിക്കുക, മത്തായി സുവിശേഷം 1:21 വാക്യം. ആർക്കെങ്കിലും വായിക്കാൻ കഴിയുമെങ്കിൽ ദയവായി വായിക്കാം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം, നമ്മളെ ക്രിസ്തു രക്ഷിക്കുന്ന ഒന്നാമത്തെ കാര്യം ക്രിസ്തുവിന്റെ ജനനത്തിൽ തന്നെ കുറിച്ചുള്ളൊരു പ്രവചനം എന്ന പോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ജനിക്കുന്നതിന് മുൻപേ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം രക്ഷ വേണ്ടത് എന്തിൽ നിന്നാണ്? പറഞ്ഞാട്ടെ, പാപത്തിൽ നിന്ന്. പാപം അല്ലെങ്കിൽ തിന്മയിൽ നിന്ന്, ഈവിളിൽ നിന്ന്, ദുഷ്ടതയിൽ നിന്ന്. ഈ വാക്കുകളെല്ലാം നമുക്ക് അഭികാമ്യമാണ്. ഇതിൽ നിന്നാണ്. എവിടെയാണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ആര് പറഞ്ഞു? ദ ഹാർട്ട് ഓഫ് ഹ്യൂമൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, എവിടെയാണ് എന്ന് അന്വേഷിച്ച് നടക്കേണ്ട. അത് മനുഷ്യന്റെ ഹൃദയത്തിലാണെന്ന്. മനുഷ്യന്റെ ഹൃദയത്തിലാണ് പ്രശ്നം. അതിനെ ശുദ്ധീകരിക്കാനോ സ്കാൻ ചെയ്യാനോ ആർക്കും കഴിയത്തില്ല. അതിനെ ഡിറ്റക്ട് ചെയ്താലും അതിന് പരിഹാരമില്ല. അതിന് പരിഹാരം വരുത്താൻ ഒരു മരുന്നുമില്ല. ഒരു മരുന്നുണ്ടെന്നാൽ അത് യേശുവിൻ്റെ രക്തമാണ്. ആ രക്തം ചിന്താൻ വേണ്ടി, അതിന് പരിഹാരം ഒരുക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ ജനിച്ചത് തന്നെ എന്ന് ബൈബിൾ പറയുന്നു. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളെ ദൈവം ആദ്യം വിടുവിക്കുന്നത് എന്തിൽ നിന്നാ? പാപത്തിൽ നിന്ന്. പാപത്തിൻ്റെ സാന്നിധ്യവും ശക്തിയിൽ നിന്നും അതിൻ്റെ അനന്തരഫലത്തിൽ നിന്നും, ഇതിൽ നിന്നെല്ലാം വിടുതൽ കർത്താവിൽ ഒരുക്കുന്ന രക്ഷയിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നമ്മൾ പാപത്തോട് പൊരുതുന്നതുമായി ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യണ്ട. ഇന്ന് നമ്മൾ എങ്ങനെയെന്നുള്ളത് നമ്മൾ പാപത്തോടുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ ഈ ബോഡി എപ്പോഴും ഈ പാപത്തോടൊരു, തിന്മയോട്, അശുദ്ധിയോട് ഒരു ആകർഷണമുണ്ട് ഈ ശരീരത്തിന്. ശരിയാണോ? ശരിയാണ്. എപ്പോഴും ഒരു ആകർഷണമുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഒരു ഗുരുത്വാകർഷണ ബലം പോലെ തന്നെ ഒരു നിയമമാണത്. പാപത്തോട് എപ്പോഴും ഒരു ആകർഷണം. ഭൂമി എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കും. അതിനാ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഗുരുത്വാകർഷണമെന്ന്.
എന്നാൽ ഈ ഗുരുത്വാകർഷണം വലയത്തിൽ നമ്മൾ വെളിയിൽ പോയാലോ? വെളിയിൽ പോയാൽ പിന്നെ ഒരു സാധനം താപ്പോട്ടിട്ടാൽ പോകത്തില്ല. നമ്മൾ തന്നെ പറന്ന് നടക്കും. നമുക്ക് തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പോയിട്ടില്ലേലും ആരും ചന്ദ്രനിലൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? That's true. We know. We understand. അപ്പൊ ഇവിടെ ഒരു നിയമമുണ്ട്, ഗുരുത്വാകർഷണ നിയമം. ഇതുപോലെ തന്നെ പാപത്തിനൊരു നിയമമുണ്ട്. ആ നിയമം എപ്പോഴും അതിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നാവ് സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിനോട് പൊരുതി അതിനെ അതിജീവിക്കാൻ മറ്റൊരു നിയമം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് ദൈവവചനം പറയുന്നത്. അത് മറ്റൊരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ പ്രാഥമികമായിട്ട് ചിന്തിക്കൂ, നമ്മളെ പാപത്തിൽ നിന്നാണ് ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആരാണ് പാപം ചെയ്യുന്നവൻ? മനുഷ്യരെല്ലാം. നല്ലവൻ ആരെങ്കിലും ഉണ്ടോ മനുഷ്യകുലത്തിൽ? ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നാ. ആരോ തമാശയ്ക്ക് പറഞ്ഞു, ബൈബിളിൽ നിന്ന് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിൾ എടുത്തു പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ഒരു ഭക്തൻ പറഞ്ഞത്, ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരാൾ ചിന്തിക്കുക ഞാൻ നീതിമാനാണെന്ന് ചിന്തിച്ചാൽ നീയുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞെന്ന്. ഒരുത്തൻ പോലും ഇല്ലെന്ന്. ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല. മനുഷ്യ കുടുംബത്തിലില്ല. മനുഷ്യ കുടുംബത്തിലില്ല. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പ്രാപ്തി മനുഷ്യ കുടുംബത്തിലെ ആരുടെ രക്തം ചിന്തിയാലും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാവില്ല. ദൈവം മനുഷ്യനായി വരേണ്ടതിന്റെ അനിവാര്യത അതാണെന്നാ ഭക്തന്മാർ പറയുന്നത്. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മനുഷ്യ കുടുംബത്തിലെ ആര് എത്ര വലിയ ത്യാഗം ചെയ്താലും, എത്ര വലിയ നീതിമാനായി ജീവിക്കാൻ ശ്രമിച്ചിട്ട് ത്യാഗം ചെയ്താൽ അവൻ്റെ രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തെ കഴുകാൻ കഴിയുകയില്ലത്രേ. ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, ശക്തിയിൽ നിന്ന്, അതിൻ്റെ അനന്തരഫലത്തിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും സമ്പൂർണമായി രക്ഷിക്കാനുള്ള പാക്കേജാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. ആൻഡ് ദാറ്റ് ഈസ് ബീയിങ് വർക്ക്ഡ് ഔട്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക നമ്മളിൽ. പറഞ്ഞാട്ടെ, ഞാനൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അല്ല, ബട്ട് ഗോഡ് ഈസ് അറ്റ് വർക്ക് ഇൻ മീ. ദൈവത്തിൻ്റെ വർക്ക്ഷോപ്പിലാണ് ഞാൻ. അതാണ് വചനം പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. തമ്പുരാൻ ഒരു കൈവച്ചാൽ അത് പൂർത്തീകരിക്കും നിശ്ചയം. ഇഫ് യു ബിലീവ്, ഇഫ് യു സൈൻ, സമ്മതം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം, അത് ഞാൻ വീണ്ടും പറയട്ടെ, മനസ്സ് മാത്രം മതി നമുക്ക്, സമ്മതം മാത്രം മതി. സമ്മതം നിങ്ങൾക്കുണ്ടെങ്കിൽ തമ്പുരാൻ ബാക്കി പണിയെല്ലാം ചെയ്യും. We must cooperate. Certainly we must cooperate with him. അത് മറ്റൊരു ചിന്തയാണ്. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. റോമാലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. റോമാലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം നമ്മളെ രക്ഷിക്കുന്ന ആദ്യത്തെ കാര്യം പാപമാണെങ്കിൽ, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, ശക്തിയിൽ നിന്നും, അനന്തരഫലത്തിൽ നിന്നാണെങ്കിൽ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നതാണെങ്കിൽ, ആ മരണത്തിൽ നിന്നും കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, റോമാലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇംഗ്ലീഷിൽ വായിച്ചേ. much more than being now justified by his blood. അതൊരു കോർട്ട് ലാംഗ്വേജ് അല്ലേ, ജസ്റ്റിഫൈ. ഇതൊരു കോർട്ട് ലാംഗ്വേജ് ആണ്. നീതീകരണം, നീതീകരിക്കപ്പെടുക, നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്യുക. We shall be saved from wrath through him. അപ്പം രണ്ടാമത് നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് എന്തിൽ നിന്നാണെന്നാണ് ഇവിടെ പറയുന്നത്? കോപത്തിൽ നിന്ന്. ആരുടെ കോപത്തിൽ നിന്ന്? ദൈവകോപത്തിൽ നിന്ന്.
നമുക്ക് തലയ്ക്ക് മീതെ ഒരു വാള് തൂങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ജലബോംബ് ഇരിക്കുന്നത് പോലെയാണ്. മുല്ലപ്പെരിയാറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതിനെ ജലബോംബ് എന്ന് ആളുകൾ സരസമായി പറയാറുണ്ട്. വിച്ച് ഇസ് ട്രൂ, വിച്ച് കുഡ് ബി ട്രൂ. എത്രമാത്രം ഡാമേജിങ് ആണെന്ന് നമുക്കറിയില്ല നമ്മുടെ തലയ്ക്ക് മീതെ ഉണ്ടത്. അതിലും ഭീകരമായ ഒരു ജലബോംബ് അല്ല, അതിലും ഭീകരമായ ഒരു ക്രോധം നമ്മുടെ മീതെ ഉണ്ട്. ആ ക്രോധത്തിന്റെ പേരാണ് ദ റാത്ത് ഓഫ് ഗോഡ്. ഈ റാത്ത് നമ്മളോടല്ല ദൈവത്തിന് കോപം, ദൈവത്തിന്റെ ക്രോധം തിന്മയോടാണ്. വീണ്ടും ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ക്രോധം പാപത്തോടാണ്. പാപം കർത്താവിന്റെ മുകളിൽ ചുമത്തി എന്നാണ് വചനം പറയുന്നത്. ചുമത്തിയപ്പോൾ എന്താണ് കർത്താവ് ക്രൂശിൽ നിന്ന് പറഞ്ഞത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? സ്വന്തം പുത്രനാണെങ്കിലും സ്വന്തം ചോരയാണെങ്കിലും പാപം ചുമത്തിക്കഴിഞ്ഞ കൈവിടും ദൈവം എന്നാ വചനം പറയുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്ന വാക്കതാണ്. തൻ്റെ പുത്രനാണെങ്കിലും നമ്മളെല്ലാം ഫേവറേറ്റ്സ് ഉണ്ട് നമുക്ക്. തിന്മ ചുമത്തിയത് കൊണ്ട് ആണ് ക്രൂശിൽ കൈവിടപ്പെട്ടവനെ പോലെ കർത്താവായി തീർന്നത്. കാരണം നമ്മുടെ പാപങ്ങൾ തൻ്റെ മേൽ ചുമത്തി, എന്നിട്ട് തൻ്റെ നീതി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും ദൈവം. ഈ ഒരു സംവിധാനമാണ് സുവിശേഷം. നമ്മുടെ തിന്മകളും പാപങ്ങളും യേശുവിൻ്റെ മുകളിൽ ചുമത്തി തൻ്റെ നീതി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. പക്ഷെ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, തൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ പ്രിയരെ, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് എന്തിനെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കും, ഞാൻ സഭയെ ഓർമ്മിപ്പിക്കും. നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് എന്തിനെയാണ്? തീവ്രവാദത്തെയാണോ? ആറ്റം ബോംബിനെയാണോ? കോവിഡിനെയാണോ? എന്തിനെ? ഒത്തിരി ഭയങ്ങളുണ്ട് ലോകത്ത്. എന്തിനെയാ ഭയപ്പെടേണ്ടത്? ദൈവകോപത്തെ. ദൈവകോപത്തെ. വെളിപ്പാട് പുസ്തകമാണ് ദൈവക്രോധ കലശം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭൂമിയുടെ മുകളിലേക്ക് ഒഴിക്കുന്ന ഒരു സമയം ഭൂമിക്ക് വരുമെന്ന്. ഈ കാണുന്ന കഷ്ടമൊന്നും കഷ്ടമല്ലെന്ന്, ശരിക്കുള്ള കഷ്ടം ഭൂമിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു പ്രിയരെ. അതേത് കഷ്ടമാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ക്രോധ കലശം. അത് മനുഷ്യന്റെ മേൽ ഒഴിക്കുന്നതല്ല, തിന്മ വർദ്ധിച്ച് 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 അതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ ദൈവം ഒഴിക്കുന്നതാണത്. തിന്മയോടുള്ള ദൈവത്തിൻ്റെ രോഷമാണ് തൻ്റെ ക്രോധം. അതിനോട് യോജിക്കുന്ന മനുഷ്യരെയും അതിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് മാത്രം. ബൈബിൾ എന്താ പറയുന്നത്? യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയമുള്ളവൻ. അവൻ നമ്മുടെ പാപത്തിനൊത്തവണ്ണം, പറഞ്ഞാട്ടെ, നമ്മുടെ പാപത്തിനൊത്തവണ്ണം നമ്മളോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യത്തിനൊത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്നില്ല. ക്രോധമുണ്ട്, പക്ഷെ വെയിറ്റ് ചെയ്യുക. He is waiting for human being to repent and trust him. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം മാറ്റി അനുദപിച്ച് താഴ്ത്തി തന്നിലേക്ക് മടങ്ങി വന്ന് രക്ഷപ്പെടാനാണ് ദൈവം സകല മനുഷ്യരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ വാക്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭാഗം ഇതാണ്: ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ, തിന്മകളെ, അശുദ്ധികളെ നമ്മിൽ നിന്ന് അകറ്റിക്കളയാനാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞാട്ടെ, ദ പ്രോസസ് ഈസ് ഓൺ നൗ. നമ്മളിൽ എല്ലാവരിലും തിന്മകളുണ്ട് പ്രിയരെ. നമ്മളാരും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും അശുദ്ധിയില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഗോഡ് ഈസ് അറ്റ് വർക്ക് ബൈ ഹിസ് സ്പിരിറ്റ്.
by his word. വചനത്താൽ, ആത്മാവിനാൽ, തൻ്റെ രക്തത്താൽ അവിടുന്ന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ? ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ അകൃത്യങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നമ്മളെ പൊൻപാത്രങ്ങളാക്കി ദൈവത്തിൻ്റെ പ്രിയ മക്കളാക്കി തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. ദാറ്റ് ഈസ് happening now, even as you hear the word. That process is on. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ വചനത്താൽ തന്നെ നിങ്ങൾ ശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് വെറുമൊരു പാഴ്വാക്കല്ല പ്രിയരെ. ദൈവവചനത്താലും ആത്മാവിനാലും തൻ്റെ രക്തത്താലും ഈ ശുദ്ധീകരണം നമ്മിൽ നടക്കും. നമ്മുടെ ദേഹി ആത്മാവിൽ ഈ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. നമ്മെ പൊന്നാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മിലുള്ള തിന്മകളെ ഒരിക്കലും ദൈവം എന്ത് ചെയ്യുന്നില്ല, ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അതിനെ ഓർത്ത് ദൈവത്തിന് ദുഃഖമാണ്. പക്ഷെ അതുകൊണ്ട് നമ്മിൽ തിന്മയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെ എറിഞ്ഞുടയ്ക്കാനല്ല ദൈവം നോക്കുന്നത്. നമ്മിൽ നിന്നുള്ള തിന്മയെ അങ്ങ് മാറ്റിയിട്ട് നമ്മളെ പൊന്നാക്കി തൻ്റെ മടിയിൽ കൊണ്ടുപോകാനാണ് ദൈവത്തിൻ്റെ പ്ലാന്. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ലോക ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ജയങ്ങളും പരാജയങ്ങളും കഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാം ഉപയോഗിച്ച് ദൈവം അത് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് താഴ്ത്തിക്കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. എല്ലാം ഞാൻ വീണ്ടും പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ സമസ്ത കാര്യങ്ങളും ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ബന്ധങ്ങളിലുള്ള ടെൻഷൻസ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പ്രകൃതം തന്നെ, നമ്മളുടെ ടെൻഷൻസ് ഗോഡ് ഈസ് യൂസിങ്. ആ കാരണം നിമിത്തം നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിയും, കൂടുതൽ ആശ്രയിക്കാൻ കഴിയും. അതെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിനൊരു കാരണമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ ചലഞ്ചസ്, നമ്മുടെ അനുഗ്രഹങ്ങൾ എല്ലാം, നമ്മുടെ ലാഭങ്ങളും നഷ്ടങ്ങളും എല്ലാം ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായി കാണാൻ കഴിയും. ഏത് ഭാഗമായി? നമ്മെ ശുദ്ധീകരിച്ച് തിന്മയെ നമ്മിൽ നിന്ന് അകറ്റി തനിക്ക് കൊള്ളാകുന്നവരായി തീർത്തുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഇതെല്ലാം ദൈവം ഉപയോഗിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. സമയം മുമ്പോട്ട് പോവുകയാണ്. 2 തീമോഥെയോസ് 2:26 വാക്യം ശ്രദ്ധിച്ചാൽ, അപ്പൊ ദൈവക്രോധത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമെന്ന് അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ കോപം ഇതാണ് ലോകത്തിൻ്റെ മുകളിൽ വീണ് കിടക്കുന്ന, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. അതാണ് വെല്ലുവിളിയാണ്. ഇതിനെ അതിജീവിക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെ അതിജീവിക്കാൻ കഴിയും. എങ്ങനെ? യേശുവിലൂടെ രക്ഷ പ്രാപിക്കുന്നവർക്ക്, ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ ഇപ്പോൾ സ്വീകരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വചനം പറയുന്നു. 2 തീമോഥെയോസ് 2:26 പറയുന്ന ദൈവം നമ്മളെ രക്ഷിക്കുന്ന മൂന്നാമത്തെ കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് അവിടെ പറയുന്നത്? 2:26 വാക്യം വായിക്കാം. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. ശ്രദ്ധിക്കൂ പ്രിയരെ, ഇവിടെ തിമോഥെയോസിന് കൊടുക്കുന്ന ഇതാണ്. പിശാചിനാൽ പിടിപെട്ട്. പിശാജ് എന്ന് പറയുന്നത് കേവലം ഒരു സങ്കല്പമല്ല. പലരും പിശാജ് ഇല്ലെന്ന് പറയുന്നവരുണ്ട്, അതൊരു തോന്നലാന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്ന കറുത്ത ഇരുണ്ട ഒരു കാര്യമാണ് പിശാജ് എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല. പിശാജ് ചിലപ്പോൾ അതിസുന്ദരനാണ്, ചിലപ്പോൾ വെളിച്ചദൂതനായിട്ട് തന്നെ വരുമെന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മളെക്കാൾ ബുദ്ധിയും ശക്തിയും ഉണ്ട് പിശാചിനെന്നാ പറയുന്നത്. എന്നാൽ അവന് ശരീരമില്ല. അവന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അതുകൊണ്ട് നമ്മുടെ കണ്ണും മൂക്കും ഒക്കെ ഉപയോഗിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സുകേടുകളും ഉപയോഗിച്ചാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അവൻ വികൃത രൂപിയല്ല, അവൻ സുന്ദര രൂപിയാന്താ പലപ്പോഴും. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ നന്ദി പറയുന്നു. ശ്രദ്ധിക്കൂ പ്രിയരെ, ഈ പിശാചിൻ്റെ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇരുളിൻ്റെ പ്രവൃത്തികൾ, ഇതിൽ കുടുങ്ങി പോയി മനുഷ്യരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ഇറ്റ്സ് എ ട്രാപ്പ്. അതിൻ്റെ ശരിയായ വിധത്തിൽ പറഞ്ഞാൽ ഡെവിളിൻ്റെ, പിശാചിൻ്റെ കെണിയിൽ നിന്നാണ് കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന മറ്റൊരു രക്ഷ. ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ പല മുഖങ്ങളാണ് കാണിക്കുന്നത്. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കുന്നു. മൂന്നാമത്തെ മുഖം ശ്രദ്ധിച്ചേ, പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ട പലരും പല തിന്മകളും ചെയ്യുന്നു. അവർക്ക് കിട്ടുമെന്ന് ചിന്തിച്ച ഒരു മരീചികയുടെ പുറകെയാണത്. ഇപ്പൊ അവയവ കച്ചവടത്തെക്കുറിച്ചൊരു വലിയ ന്യൂസ് നമ്മൾ കേട്ടു. ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത ന്യൂസ് ആരെങ്കിലും ശ്രദ്ധിച്ചോ? നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ശ്രദ്ധിക്കൂ പ്രിയരെ, എത്ര നീചമായൊരു കാര്യമാണെങ്കിലും അവർ ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ പോയി എത്ര പേരുടെ കണ്ണ് വെട്ടിച്ചായിരിക്കണം ഇത്രയും കാലം, 5 കൊല്ലം മറ്റേ അത് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെന്തിനായിരിക്കും അത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്ന ആളുകൾ ഇത്ര ദോഷമാണെന്ന് എല്ലാവരും പറയും. എല്ലാവരും പറയുമെങ്കിൽ ഇവരുപയോഗിക്കുന്ന, ഇവർക്ക് കിട്ടുന്ന ധനം കൊണ്ട് അവരുടെ സുഖത്തിന് വേണ്ടി, അവരുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ അവർ ഉപയോഗിക്കുന്നത്? പറഞ്ഞാട്ടെ, എന്താണ് ഇവർ ചിന്തിക്കുന്നത്? ഇവർ ചിന്തിക്കുന്ന കുറെ പണമുണ്ടായാൽ അവർക്ക് രക്ഷ കിട്ടും എന്ന ഒരു മിഥ്യാധാരണയിലാണോ അവർ ചെയ്യുന്നത്? ആണ്. പലപ്പോഴും ഇതാ മിഥ്യാധാരണ. കുറേ പണമുണ്ട്, ഏറ്റവും പെട്ടെന്ന് പണമുണ്ടാവും, പെട്ടെന്ന് പണമുണ്ടാകാനുള്ള വഴിയാണ്. പക്ഷെ ചെയ്യുന്ന എത്ര അധർമ്മമാണെന്നുള്ള ബോധമില്ല. എന്താ കാരണം? പിശാചിന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുക. നമ്മൾ കുടുങ്ങാറുണ്ടോ? യെസ്, നമ്മളും കുടുങ്ങാറുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കർത്താവിനെ അറിയാത്തവരും അറിഞ്ഞവരും ഒരുപോലെ പിശാചിന്റെ കെണിയിൽ ഓരോരോ വിധങ്ങളിൽ കുടുങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് ഇതാണ് കർത്താവിന്റെ രക്ഷാ പദ്ധതി, അത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. എന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇതോടെ പറഞ്ഞ് നിന്ന് നിർത്താം, നമുക്ക് ഈ ചിന്ത തുടരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില സത്യങ്ങളെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കട്ടെ. ഞാനിന്ന് ചോദിച്ചോട്ടെ, പിശാചിനെ കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. ക്രൂശിൽ പിശാചിന് ആയുധമുണ്ടോ ഇല്ലയോ? പിശാചിന് ഇന്ന് പോരാടാൻ ആയുധമുണ്ടോ? സത്യത്തിൽ ആയുധമില്ല. ആയുധമില്ലാത്ത ശത്രുവാണ് പിശാചിത്രേ. ഒരു ക്രിസ്തു വിശ്വാസിയോട് പടപൊരുതാൻ പിശാചിന്റെ കയ്യിൽ ആയുധമില്ലത്രേ. പിന്നെ എങ്ങനെയാ നമ്മളോട് പൊരുതുന്നത്? അവിടെയാണ് രസം. എനിക്കിത് വളരെ വിചിത്രമായി തോന്നിയിട്ടുണ്ട്. പിശാച് ഇന്ന് നമ്മളോട് പൊരുതുന്നത് എന്തെന്നറിയാമോ? നുണ പറഞ്ഞ്, ഡിസെപ്ഷൻ, വഞ്ചനയിലൂടെ. അവൻ്റെ ഇരുട്ടിൻ്റെ ഈ മജീഷ്യൻസിന് എന്തെങ്കിലും ഒരു വിദ്യ കാണിക്കണമെങ്കിൽ അതിനൊരു സ്റ്റേജ് സെറ്റ് ചെയ്യണം, അല്ലേ? ഇങ്ങനെ ഒരു സെറ്റിംഗ് ഇല്ലാതെ അവർക്ക് കാണിക്കാൻ പറ്റില്ല. ഇരുളില്ലാതെ, വഞ്ചനയില്ലാതെ, അശുദ്ധിയില്ലാതെ പിശാചിനൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ വഞ്ചിക്കാതെ, നുണ പറയാതെ ഒരിക്കലും പിശാചിന് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളാകെ ചെയ്യേണ്ടത് അവൻ്റെ നുണയെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിശാച് നമ്മളെ ഇന്നും ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ നുണയിൽ, വഞ്ചനയിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ട്രാപ്പിൽ നിന്ന് പൂർണ്ണമായി നമ്മളെ രക്ഷിക്കാൻ കർത്താവിന് കഴിയും. ദൈവവചനത്താൽ, തൻ്റെ ആത്മാവിനാൽ, തൻ്റെ രക്തത്താൽ കഴിയും. നമ്മൾ വിടുതൽ വളരെ വേഗം പ്രാപിക്കും. പക്ഷേ ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ വഞ്ചനയിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും. ആഫ്രിക്കയിലും മറ്റ് ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും എത്രയോ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും വാവും രാഹുകാലവും ഒക്കെ നോക്കി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും കണി കാണുന്നതിനെ കുറിച്ച് എതിരെപ്പെടുന്ന പൂച്ചയെക്കുറിച്ചൊക്കെ വേവലാതിപ്പെടുന്നവർ ഇന്നും ഇല്ലേ? ഇത് എവിടെ നിന്ന് വന്നു? ഇത് വഞ്ചനയല്ലേ? ഹസ്തരേഖ നോക്കുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്? പിശാചിന്റെ കെണിയാണിത്. ലക്ഷണവിദ്യ പറയുന്നവർ, എന്തിന് ഈവൻ ജ്യോതിഷത്തിന്റെ അടുക്കൽ പോലും പോകുന്ന വിശ്വാസികളുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതികഠിനവും ഭീകരവുമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കെണികളിൽ പോയി പെടരുത്. അതൊക്കെ നിങ്ങൾക്കൊരു ശാപമായി തീരുമെന്നതാണ് വചനം പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ
ഇന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രക്തത്താൽ, തൻ്റെ വചനത്താൽ വെളിച്ചവും പരിജ്ഞാനവും പ്രാപിച്ച് നിങ്ങൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ. ധാരാളമായി ക്ഷമിക്കുന്ന നാഥനാണ്. എന്നാൽ പിശാചിൻ്റെ വഞ്ചനയിലും നുണയിലും കുടുങ്ങി പോയ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത്. എബ്രായ ലേഖനത്തിലെ ആ വാക്യം ഞാൻ പറയട്ടെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ, ബാക്കി ആർക്കെങ്കിലും പറയാമോ? യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പം മരണത്തിൻ്റെ അധികാരി ആരാണ്? ദ ഡെവിൾ. അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിക്ടറി അതാണെന്നുള്ള, മരണത്തിൻ്റെ മേലുള്ള ജയമാണ്. Is there anything bigger and better than that? അതിനുവേണ്ടി എത്ര ആയിരം കോടി മുടക്കാനും മനുഷ്യർ തയ്യാറാണ്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും രക്ഷിച്ചുവെന്ന ഇന്ന് ഈ വചനം കാണാതെ പഠിക്കാൻ, ഈ ആഴ്ചയിൽ കാണാതെ പഠിക്കാൻ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്ന പ്രിയരെ. ഡെവിളിൻ്റെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കാനാണ്, നുണയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, മരണഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നതിൻ്റെ മൂന്നാമത്തെ മുഖം, 3 കാര്യം പ്രധാനമായിട്ട് ഞാനിന്ന് പറഞ്ഞത്. പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കാൻ, പിശാചിൻ്റെ വഞ്ചനയിൽ നിന്നും കിണിയിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ബാക്കി നമുക്ക് പിന്നീട് പൂരിപ്പിക്കാം. ഏതിലേക്ക്, എങ്ങോട്ട്? ഇതൊരു നല്ല യാത്രയാണ്. ഈ രക്ഷയുടെ സത്യവചനങ്ങൾ ശരിയായ അർത്ഥത്തിലും ആഴത്തിലും ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗസുഖം വേടിഞ്ഞെൻ പാപം തീർപ്പാൻ ദൈവത്തിൻ കുഞ്ഞാടായി ഭൂവിൽ വന്നു. നീ അറുക്കപ്പെട്ടു നിന്നീണം ചിന്തി വീണ്ടെടുത്തെന്നെയും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ എന്നും യോഗ്യൻ, നീ എന്നും യോഗ്യൻ. ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ. സ്തോത്രം, സ്തുതി, ബഹുമാനങ്ങളെല്ലാം സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. സ്വീകരിപ്പാൻ